ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൻ്റെ 26-ാം ദിനം. പോളണ്ടിലെ പ്രധാനമന്ത്രിയും ലോകപ്രസിദ്ധ പിയാനോ വായനക്കാരനുമായിരുന്ന പഡറസ്കയുടെ സംഗീത കച്ചേരിക്ക് പങ്കെടുക്കുവാൻ ഒരമ്മയും മകനും എത്തിച്ചേർന്നു. തിങ്ങി നിറഞ്ഞിരുന്ന ആ സദസ്സിൽ അമ്മ തൻ്റെ പരിചയക്കാരിയുടെ അടുത്തുപോയ സമയത്ത് കുസൃതിക്കാരനായ മകൻ ഓടി എങ്ങനെയോ സ്റ്റേജിൽ കയറി. മകനെ കാണാതെ അമ്മ വിഷമിക്കുന്ന സമയത്തു തന്നെ സ്റ്റേജിൻ്റെ തിരശ്ശീല ഉയർന്നു. പഡറസ്കയുടെ പിയാനോയിൽ അതാ തൻ്റെ മകനിരുന്ന് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന പാട്ട് വായിക്കുന്നു. എന്തു ചെയ്യണമെന്ന സംഘാടകരും സദസ്സും വിഷമിച്ച നിമിഷം അദ്ദേഹം ആ ബാലൻ്റെ പുറകിൽ വന്നു നിന്ന് തൻ്റെ ഇരു കരങ്ങളും അവൻ്റെ തോളിലൂടെ ഇട്ട് പിയാനോ വായിക്കുവാൻ തുടങ്ങി. പഡറസ്കി ആ ബാലൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു: നിർത്തരുത്, പിന്മാറരുത്, വായന തുടരുക. ആ ബാലന് വായിക്കുവാൻ സാധ്യമാകാത്ത നാദങ്ങൾ സമർത്ഥനായ അദ്ദേഹം വായിച്ചു. കഴിവ് കുറഞ്ഞ ബാലനും വിദഗ്ധനായ പഡറസ്കയും ഒരുമിച്ച് ചേർന്ന് സദസ്സിനെ ആനന്ദകരമായ അനുഭവങ്ങളിലേക്ക് നയിച്ചു. എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ച നിമിഷങ്ങൾ ഏറ്റവും മനോഹരങ്ങളായി മാറി. അങ്ങനെയാണ് നമ്മുടെ ദൈവവും നമ്മിൽ ചെയ്യുന്നത്. നമ്മെക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നത് വളരെ ചെറുതാണ്. നമ്മുടെ സ്വന്തം കഴിവുകൾ വളരെ പരിമിതമാണ്. നമ്മുടെ ഏറ്റവും നല്ല കഴിവുകൾ പോലും ചിലയിടങ്ങളിൽ വലിയ പരാജയമായി മാറും. എന്നാൽ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ വിരലുകൾ നമ്മുടെ ശ്രമങ്ങൾക്കൊപ്പം ചലിക്കുമ്പോൾ നാം ഏറ്റവും ഉപയോഗമുള്ളവരായിത്തീരുന്നു. ദൈവത്തിൻ്റെ സ്നേഹകരങ്ങൾ നമ്മെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. നിന്റെ ചെറിയ ശ്രമങ്ങളെ ഏറ്റവും വലിയ നേട്ടങ്ങളാക്കുവാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഓർക്കുക, ദൈവം കഴിവുള്ളവനെയല്ല വിളിക്കുന്നത്, വിളിച്ചവനെ കഴിവുള്ളവനാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ആവർത്തനം 31:6. ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.